നിങ്ങൾ പഠിച്ച സ്കിൽ ഉപയോഗിച്ച് ഈ ലോകത്തുള്ള എല്ലാവരെയും നന്നാക്കാനോ ശരിയാക്കാനോ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടാർഗറ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ മാത്രമേ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റൂ. ഉദാഹരണം, നിങ്ങൾ ഒരു കടത്തിൽ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സമയത്ത് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നാൽ പിന്നെ നിങ്ങൾക്കൊരു ടീച്ചറാവാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നീ ഇന്നതൊക്കെ ചെയ്യ്, നിനക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമെന്ന്. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ആഗ്രഹിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ അത് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ അതല്ല ആയി തീർന്നു. ഒരുപാട് സബ്ജക്റ്റിൽ മൈൻഡ് മാസ്റ്റർ ഉൾപ്പെടെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, പിന്നെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതിനെപ്പറ്റി ഉൾപ്പെടെ 3 ടൈപ്പ് മേഖലയിൽ ഞാൻ ഇന്ന് എക്സ്പെർട്ടാണ്. ഇതുപോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഒരു വീഡിയോ ഉപയോഗപ്പെടും. പക്ഷെ അത് വീഡിയോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് ഉപകാരപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ പല ആൾക്കാരെയും ഹോട്ടലിലോ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു 18, 24, 25 വയസ്സായ പിള്ളേരെ നമ്മൾ കാണുമ്പോൾ അറിയാലോ, അവർക്ക് ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കടങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ കാല് കെട്ടിയിട്ടൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇത് അവർക്ക് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കുമ്പോഴത്തേക്കിന് അവരുണ്ടെന്ന് പറയും. ഞാൻ എത്രയൊക്കെ എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പ്ലാൻ ഞാൻ പറഞ്ഞു കൊടുക്കും. അവർ പ്രാക്ടീസ് ചെയ്യുന്നോ ചെയ്യുന്നില്ലേ അതില്ല. പക്ഷെ അവരുടെ മുഖത്ത് ഞാൻ ഒരു വെളിച്ചം കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തൊരു ഒരു കാര്യം കിട്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഞാൻ അവരുടെയൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാണം മാറ്റി വെക്കണം. നിങ്ങൾ നാണം മാറ്റി വെക്കണം. നിങ്ങൾ നശിക്കാൻ പോകുന്നതിനേക്കാളും വലിയ ഇതൊന്നും നിങ്ങൾക്ക് ഇനി വരാനില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കയറി വരാൻ പറ്റും. അപ്പം നിങ്ങളെ ഈ ഫോണുണ്ട്, നിങ്ങൾ ഇത് ചെയ്യൂ, ഇന്ന സാധനം മേടിക്കൂ. എന്തിന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ളൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ദ ഡേറ്റിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ പോലും 1000 രൂപയ്ക്കാൻ പറ്റും. ഇതിനകത്ത് പല ആപ്ലിക്കേഷൻസും ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നുമില്ലാന്നൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റും. കാരണം അതിന് വേണ്ടത് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് വരിക, അത്യാവശ്യം വീഡിയോ ഷെയിംനെസ് മാറ്റിയെടുക്കുക, അത്യാവശ്യം സംസാരിക്കാൻ പഠിക്കുക. നിങ്ങൾ വലിയ ഡിക്ഷണറിയിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കട്ടെ, ഞാനും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇതൊക്കെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല ഇത് എല്ലാവർക്കും ഉള്ളൊരു ഇതല്ല. ഞാനൊരു പ്രത്യേക ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നുണ്ട്. അതിലേക്ക് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം.